അമേരിക്കയ്ക്ക് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു റിപ്പോർട്ടാണ്, വാഷിംഗ്ടൺ റിപ്പോർട്ട് പുറത്തുവിട്ട ഒരു വാർത്തയാണ്. 32ഓളം രാജ്യങ്ങൾ, അഥവാ ഇന്ത്യ ഉൾപ്പെടെയുള്ള 32ഓളം രാജ്യങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയാണ്, ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഇത്തരം ഉപരോധം ഏർപ്പെടുത്താനുള്ള കാരണം എന്നുള്ളതും വാഷിംഗ്ടൺ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനം മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ഇറാനിലും നല്ലോണമുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കണ്ട് നമ്മളോട് സഹകരിക്കാത്ത ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങൾക്കും, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങൾക്കും മറ്റ് ഇതര 31ഓളം വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കമ്പനികളെ ഞങ്ങൾ ഉപരോധിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്ത് അത് വിൽപ്പന നടക്കില്ല. ഞങ്ങളുമായി സഹകരിക്കുന്ന രാജ്യത്ത് അവരുടെ സർവീസുകളോ വിൽപ്പനകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ യാത്രകളോ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തരംതാണ ശീലം, അല്ലെങ്കിൽ തരംതാണ ശൈലി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയ്ക്ക് അരിശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രമേൽ ദേഷ്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനോട് എത്ര കണ്ടിട്ട് നമ്മൾ സഹകരിച്ചിട്ടും ഇറാൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇറാൻ ഈ ഒരു മിസൈൽ ഡെവലപ്മെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട സഹകരണത്തിൽ മനസ്സാ വാച കർമ്മണ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും എഴുത്തോ കുത്തോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും യാത്ര ബാൻ ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് US ഇപ്പോൾ കടന്നു വരികയാണ്. അത് പുതിയൊരു പ്രഖ്യാപനമായിട്ടാണ് US ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഇതൊക്കെ വലിയ രൂപത്തിൽ കൊട്ടിഘോഷിക്കുന്ന, വാർത്തയായിട്ട് കൊട്ടിഘോഷിക്കുന്ന സമയത്ത് പോലും ഇസ്രായേലിൻ്റെതെന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്കറിനെ ഇറാൻ പിടിച്ചുകൊണ്ടുപോയിക്കുകയാണ് ഇപ്പോൾ. അത് വലിയ രസമുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ പ്രതിരോധിച്ചിട്ടും അതിനോട് സാമീപ്യമായിട്ടല്ലെങ്കിൽ സമീപ പ്രദേശത്തോടുകൂടെ ഇറാനിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ പോലും ബാൻ ചെയ്തിട്ടും ഉപരോധം ഏൽപ്പിച്ചിട്ട് പോലും ഇറാൻ യാതൊരു കുലുക്കവുമില്ല. അവിടെയാണ് ഈ ഒരു അന്തമില്ലാത്ത എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ട്രംപും അതേപോലെ തന്നെ ഷിങ്കടിയും കൂടി ഇങ്ങനെ ഒരു ശ്രമത്തിലേക്ക് നടക്കുന്നത്. നമ്മൾ നല്ല ഭാഷയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപും നെതന്യാഹുവും ഏത് അർത്ഥത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കുപ്പിയിൽ കുടുങ്ങിയിട്ടുള്ള കോട്ടി പോലെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും അവർ ഓക്കെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പകുതിക്ക് വെച്ച് ഇസ്രായേലിനെ ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്ക പോയിക്കളയോ എന്ന ബേജാറില്ലാതില്ല. കാരണം സെലസ്കിയുടെ അനുഭവ പാഠവും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കൃത്യമായി ട്രംപിൻ്റെ എഴുത്ത് കിട്ടിയതിന് ശേഷമേ ഇനിയൊരു യുദ്ധത്തിന് ഇറാനുമായിട്ട് ഇസ്രായേൽ ഇറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. കാത്തിരുന്ന് കാണാം ഇറാൻ്റെ മുന്നേറ്റം എങ്ങനെയുണ്ട്, ഇസ്രായേലിൻ്റെ പരാജയം എങ്ങനെയുണ്ട് എന്നുള്ളത്.